അതുകൊണ്ട് ലിങ്ക് ഒന്നുമില്ല. ഈസ് എംപ്റ്റി. ഇയാൾ ആദ്യത്തെ നോഡായിരുന്നു. ആദ്യത്തെ നോഡായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. യു വിൽ ബി ദി ഹെഡ് നോഡ്. ഹെഡ് നോഡാണ് ഫർദാൻ. ഫർദാൻ വിൽ ബി ദി ഹെഡ് നോഡ്. ശ്രദ്ധിച്ചേ. ഞാൻ നെക്സ്റ്റ് നോഡിനെ ആഡ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് നോഡ് ആ സ്ട്രക്ചറിൽ പോയി തൊട്ടിട്ട് നെക്സ്റ്റ് നോഡ് ഉണ്ടാക്കിക്കോ. സോ ഇയാള് he is a new node. ശ്രദ്ധിച്ചേ. ഇവിടെ നോക്കിയേ. ഇയാളിപ്പോ ഒരു ന്യൂ നോഡാണ്. ഇയാള് താൻ പോയിട്ട് ഫർദാനോട് ചോദിച്ചോ, ഇതല്ലേ ഹെഡ്, ഹെഡിനോട് പോയി ചോദിച്ചോ തന്റെ ലിങ്ക് നള്ളാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഫർദാന്റെ ലിങ്ക് നള്ളായതുകൊണ്ട് ഒരു കൈ കൊടുത്തേ. സോ അശ്വിൻ വെച്ച് ഈ ലിസ്റ്റ് നള്ളായി നിൽക്കുവാണ്. ലോയറ്റാണ് എന്റെ അടുത്ത നോഡ്. ലോയറ്റിന് ന്യൂ നോഡ് ആയിട്ട് നിൽക്കുകയാണ്. ലോയറ്റിന് ഇനി എവിടെ സാധനം എൻക്വയറി ചെയ്ത് ഫസ്റ്റ് ഹെഡിനോട് പോയി ചോദിക്കാൻ ഫ്രീ ആണോ. അപ്പൊ ഹെഡിന്റെ അടുത്ത് ഒരു ലിങ്ക് ഉണ്ട്. താൻ ആരിലേക്കാ പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ആരിലേക്കാ പോയിന്റ് ചെയ്യുന്നത് ഹെഡിനോട് ചോദിക്കാം. അശ്വിനിലേക്ക്. സോ അശ്വിന്റെ ലിങ്ക് എംപ്റ്റി ആണോ നോക്കിയേ. സോ ലിങ്ക് എംപ്റ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റർ എംപ്റ്റി ആയതുകൊണ്ട് വാട്ട് വിൽ വി ഡു. നമുക്ക് അശ്വിന്റെ കയ്യിലേക്ക് ലോയറ്റിന്റെ അഡ്രസ് കൊടുക്കാം. കീപ് ക്വയറ്റ്. അഡ്രസ് കൊടുത്തേ. എവിടേക്കാണ് ആഡ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ നോഡ് വരുമ്പോഴും നമുക്ക് ബാക്കിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ നമ്മളെ ഹെഡ് എന്ന് പറയുന്ന ഒരേ ഒരാളെ നമുക്ക് അറിയുള്ളൂ. ഹെഡിന്റെ അടുത്ത ആളെ ഹെഡിന് മാത്രമേ അറിയൂ. സോ ഹെഡിനോട് പോയി ചോദിക്കുക താൻ ഫ്രീ ആണോ. ഫ്രീ ആണെങ്കിൽ അവിടെ വെക്കുക. അല്ലെങ്കിൽ ഹെഡ് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നോ അവിടേക്ക് പോയി ചോദിക്കുക. അത് അവിടെ നിന്ന് അടുത്തയിലേക്ക്, അവിടെ നിന്ന് അടുത്തയിലേക്ക്. ഇതിന് ക്ലിയർ
ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ?